മോർണിംഗ് എവരിബഡി. സ്റ്റേറ്റിനെ ബേസ് ചെയ്തുള്ള ഒരു വീഡിയോ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നു. കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ്, സ്റ്റേറ്റിൻ്റെ ഫീച്ചേഴ്സ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്ലാസ് നിങ്ങൾക്ക് നൽകിയിരുന്നു. ഇന്ന് MBS ബേസ്ഡ് ആയിട്ട് 001 കോഴ്സ് കോഡിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ്, ദ പ്രീ മോഡേൺ ട്രഡീഷൻ, മോഡേൺ ട്രഡീഷൻ, ഇങ്ങനെയുള്ള ഒരു ഓവറാൾ വ്യൂ ആണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ഓക്കെ, യു സീ ദ സ്റ്റേറ്റ് ബീയിങ് അറ്റ് ദി വെരി കോർ ഓഫ് ദി പൊളിറ്റിക്കൽ തിയറി. പൊളിറ്റിക്കൽ തിയറിയുടെ ഏറ്റവും കാതലായ ഭാഗം സ്റ്റേറ്റ് അഥവാ ഗവൺമെൻറ്റാണ്. ദാറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ഡിഫറൻ്റ്ലി. ഇത് വ്യത്യസ്ത തരത്തിലാണ് നിർവചിക്കുന്നത്. ദെൻ പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് like Plato and others, since the time of ancient Greek, for example, it is an institution of coercion. Coercion എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധമായും വേണ്ട ഒരു സ്ഥാപനം. While for others it is the custodian of the rights of the people. ചിലരെ സംബന്ധിച്ചത് ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിനുള്ള കാവൽക്കാരൻ. While some others, like anarchists, would like to abolish the state straight away, others, like the socialists of the non-Marxian shade, would want it to say to establish socialism and also stay to establish socialism. അപ്പോൾ പലതരത്തിലാണ് ഈ സ്റ്റേറ്റ് എന്ന ആശയം, ആ ഐഡിയോളജിയെ പല തത്വചിന്തകന്മാരും നിർവചിക്കുന്നത്. ഏൻഷ്യൻ്റ് ഗ്രീക്കിലെ ബേസ് ചെയ്ത് തന്നെയാണ് അതിൻ്റെ ആ ഒരു നിർവചനത്തിലേക്ക് വരുന്നത്. ചിലരെ സംബന്ധിച്ച് ഇതൊരു കസ്റ്റോഡിയനാണ്, ഇതൊരു നിർബന്ധപൂർവ്വം ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുണ്ടാവേണ്ട ഒരു അധികാരത്തിലുള്ള അതോറിറ്റിയാണ്. മറ്റ് ചിലരെ സംബന്ധിച്ച് നോക്കിയാൽ അത് പറയുന്നത് സ്റ്റേറ്റ് അബോളിഷ് ദ സ്റ്റേറ്റ് സ്ട്രൈറ്റ് അവേ എന്നാണ് പറയുന്നത്. അതേഴ്സ് ലൈക്ക് ദി സോഷ്യലിസ്റ്റ്. അപ്പോൾ പ്രധാനമായിട്ടും നോൺ മാർക്സിയൻ ഷെയ്ഡ് വുഡ് വാണ്ട് ടു ഇറ്റ് ടു സ്റ്റേ എസ്റ്റാബ്ലിഷ് സോഷ്യലിസം. സോഷ്യലിസം എന്നുള്ള ആശയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഉപാധി ആയിട്ടും സ്റ്റേറ്റിനെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഫ്രം ദിസ് ഐഡിയോളജി വി മേ കൺക്ലൂഡ് ദാറ്റ് ദ സ്റ്റേറ്റ് ഹാസ് മെൻറ്റ് ഡിഫറെൻറ്റ് തിങ്സ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ. വൺ cannot ignore the central place the state has in political theory. One would do better if one attempt to discuss the meaning of the state, namely society, which has come to us by a host of Eastern political philosophers. അപ്പോൾ പലരും പലരുടെ ചിന്തയിൽ ഉയർന്നു വരുന്ന ഐഡിയോളജി സ്റ്റേറ്റിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ പോയിൻറ്റുമായി കൺസേൺ ചെയ്യുമ്പോൾ നമുക്ക് പ്രീ മോഡേൺ ട്രഡീഷനുണ്ട്, അതിനുശേഷം വരുന്ന ലിബറൽ ഇൻഡിവിജ്വാലിസ്റ്റ് ട്രഡീഷനുണ്ട്, ദെൻ അഗെയിൻ കംസ് ദ മാർക്സിയൻ ട്രഡീഷൻ. ഇങ്ങനെ 3 വ്യൂ പോയിൻറ്റ്സാണ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള ഐഡിയോളജി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീ മോഡേൺ ട്രഡീഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഇൻ ആൾ ഹിസ് വർക്ക് ഇൻ പൊളിറ്റിക്കൽ തിയറി ദർ ഈസ് എ സ്ട്രോങ് കേസ് വിച്ച് പ്ലേറ്റോ ബിൽഡ് ഇൻ ഫേവർ ഓഫ് ആൻ ഒംനിപൊട്ടൻ്റ് റൂൾ. ഒംനിപൊട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒംനിപൊട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സർവ്വശക്തിയുള്ള, സർവ്വവ്യാപ്തിയുള്ള എന്നൊക്കെ പറയാം. അപ്പോൾ പൊളിറ്റിക്കൽ തിയറിയിൽ പ്ലേറ്റോ പറയുന്നത് എന്തെന്നാൽ വളരെ ശക്തമായ രീതിയിലൊരു കേസ്, അതായത് 428 348 ആ ഒരു പീരീഡ് BC ആണ്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ തത്വചിന്തകനായിരുന്നു അദ്ദേഹം ബിൽഡപ്പ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇൻ ഫേവർ ഓഫ് ആൻ ഒംനിപൊട്ടൻ്റ് റൂൾ. So, the problem to which Plato addressed himself was not as to how best a government could be created. ഒരു നല്ലൊരു ഗവൺമെൻറ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ബട്ട് ആസ് ടു ഹൗ ദ ബെസ്റ്റ് ഗവൺമെൻറ് കുഡ് ബി ഇൻസ്റ്റാൾഡ്. ഒരു ബെസ്റ്റ് ഗവൺമെൻറ്റിനെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമെന്നതിനെ പറ്റിയാണ് പറയുക. ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് ദി ജോബ് ഓഫ് ദ ഗവൺമെൻറ്
പ്ലേറ്റോ അഫ്യൂംഡ് മോർ ദാൻ വൺസ് ടു ഹെൽപ്പ് പീപ്പിൾ ലീവ് ഇൻ എ കംപ്ലീറ്റ് ലൈഫ്. ജനങ്ങളെ ഒരു പരിപൂർണമായ ജീവിതത്തിന് ഉടമകളാക്കുക എന്ന തരത്തിൽ ഗവൺമെൻറ് തലത്തിലൊരു ഇൻസ്റ്റലേഷൻ നടത്തുക, മറിച്ച് ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഇറ്റ് ഈസ് ദസ് വിത്ത് പ്ലേറ്റോ എ മാറ്റർ ഓഫ് ജസ്റ്റ് നോട്ട് എ ഗവൺമെൻറ് ബട്ട് എ ജസ്റ്റ് ഗവൺമെൻറ്, ജസ്റ്റ് നോട്ട് എ ഗവൺമെൻറ് എനി ഹൗ ബട്ട് എ പെർഫെക്റ്റ് ഗവൺമെൻറ്. അതായത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വെറും ഒരു ഗവൺമെൻറ് ഉണ്ടായാൽ പോരാ, പേരിനൊരു ഗവൺമെൻറ് അല്ല ഇവിടെ വേണ്ടത്, മറിച്ച് അതൊരു ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിൽ എന്താ പറയുക, അതിൻ്റെ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളതല്ല, മറിച്ച് അതൊരു പെർഫെക്റ്റ് പൂർണ്ണത കൈവരിക്കുന്ന ഒരു ഗവൺമെൻറ് സംവിധാനമായിരിക്കണം. ദ ഗവൺമെൻറ് ദാറ്റ് വാസ് ഏബിൾ ടു ഡെലിവർ ഹാപ്പിനെസ് ടു ആൾ ഹൂ ലിവ്ഡ് ദെയർ. ആ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ആ ഒരു ജോഗ്രാഫിക്കൽ ഏരിയയിൽ നിലകൊള്ളുന്ന ജനങ്ങളുടെ പരിപൂർണമായ സന്തോഷം നിലനിർത്തുന്നതിന് പ്രവർത്തിക്കുവാൻ പര്യാപ്തതയുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കണം എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഫോർ പ്ലേറ്റോ എ സ്റ്റേറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്സ് in which everyone does his own business and where the job of the state is to maintain and promote such relationships. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തെന്നാൽ, ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംവിധാനമാണ്, എ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്സ്. ആ ഒരു സംവിധാനത്തിന് കീഴിൽ വരുന്ന ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ആ ബന്ധങ്ങളിൽ എല്ലാവരും അതിൻ്റെ കണ്ണികളാണ്. എവരി വൺ ഡസ് ഹിസ് ഓൺ ബിസിനസ്. ഓരോരുത്തരും അവരുടേതായ എന്ത് ചെയ്യുന്നു, അവരവരുടേതായ സ്വന്തം ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ സ്വന്തം ബിസിനസ്സിൻ്റെ ഭാഗമായി നിലകൊള്ളുകയും വെയർ ദ ജോബ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ ആൻഡ് പ്രൊമോട്ട് സച്ച് റിലേഷൻഷിപ്പ്. അപ്പോൾ സ്റ്റേറ്റിൽ നിലകൊള്ളുന്ന വ്യക്തികൾ അവരാലാകാവുന്ന തൊഴിലുകൾ ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അവർക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ജോലി എന്തെന്നാൽ മെയിൻറ്റെയിൻ ആൻഡ് പ്രൊമോട്ട് സച്ച് റിലേഷൻഷിപ്സ്. അപ്പോൾ ഇവിടെയുള്ള ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയുള്ള നല്ലൊരു സാമൂഹികമായ ചുറ്റുപാടൊരുക്കുകയും അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാകുന്നു. ഫോളോയിങ് ഹിസ് ടീച്ചർ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ ഡിഫൈൻഡ് ദ സ്റ്റേറ്റ്. അതായത് പ്ലേറ്റോയെ ഫോളോ ചെയ്തുകൊണ്ട് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. അരിസ്റ്റോട്ടലിൻ്റെ പീരീഡ് പറയുന്നത് 384 to 322 BC ആണ്. അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റിനെ എങ്ങനെയാണെന്നറിയാവുക? എ പോളിസ്. പോളിസ് എന്ന് പറയുന്നത് എന്താ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എ പോളിസ് മീൻസ് ദ ഏൻഷ്യൻ്റ് ഗ്രീക്ക് യൂസ്ഡ് പോളിസ് ഫോർ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന് പണ്ട് കാലത്ത് ഗ്രീക്കുകാർ ഉപയോഗിച്ചിരുന്ന പദപ്രയോഗമാണ് പോളിസ് എന്ന് പറയാം. അപ്പോൾ സ്റ്റേറ്റ് എന്നത് പറയുന്നത് എന്താ, ആസ് എ കമ്മ്യൂണിറ്റി വിച്ച് എക്സിസ്റ്റ് ഫോർ ദ സുപ്രീം ഗുഡ്. ഏറ്റവും പരമോന്നത രീതിയിൽ നല്ലത് ചെയ്യുന്നതിന് വേണ്ടി സമൂഹത്തിന് നിലകൊള്ളുന്ന സ്ഥാപനം, പരമോന്നത സ്ഥാപനം, അതാണ് സ്റ്റേറ്റ്. ഹി സൈസ് ദാറ്റ് ദ സ്റ്റേറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് ഹൗസ് ഹോൾഡ്സ് ആൻഡ് വില്ലേജസ് ഷെയറിംഗ് ഇൻ എ ലൈഫ് ഓഫ് വിർച്യു ആൻഡ് എയിമിംഗ് അറ്റ് ആൻ എൻഡ് വിച്ച് എക്സിസ്റ്റ് ഇൻ പെർഫെക്റ്റ് ആൻഡ് സെൽഫ് കംപ്ലീറ്റ് എക്സിസ്റ്റൻസ്. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തികച്ചും ഒരു അസോസിയേഷനാണ്. ഹൗസ് ഹോൾഡിൻ്റേതായ വില്ലേജേഴ്സിൻ്റേതായ അസോസിയേഷനാണ്. അവർ ഷെയർ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൻ്റെ നന്മകളായിരിക്കും. ഷെയറിങ് ഇൻ എ ലൈഫ് ഓഫ് വിർച്യു, ദെൻ ആൾസോ ദേ എയിമിങ് അറ്റ് ആൻ എൻഡ്. അവർക്കൊരു എയിം ഉണ്ടായിരിക്കും. ആ ഒരു എൻഡ് എന്ന് പറയുന്നത്, ആ ഒരു എയിം എന്ന് പറയുന്നത് വിച്ച് എക്സിസ്റ്റ് ഇൻ പെർഫെക്റ്റ് ആൻഡ് സെൽഫ് കംപ്ലീറ്റ് എക്സിസ്റ്റൻസ്. എല്ലാവരുടെയും ഒരേപോലെ എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ എല്ലാവർക്കും നിലനിന്ന് പോകുന്നതിനാവശ്യമായ രീതിയിൽ ഒരു എയിമിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് സ്റ്റേറ്റ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ബോത്ത് പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ ആൻഡ് ഫോർ ദാറ്റ് മാറ്റർ ആൾ ഗ്രീക്സ് തോട്ട് ഓഫ് പോളിസ് ആസ് മോർ ദാൻ എ സ്റ്റേറ്റ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരേപോലെ തന്നെ ഈ പോളിസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിനേക്കാൾ ഉപരിയായിട്ട് എന്തോ ഒരു അധികാരതലമുള്ള എന്നതാണ്. പോളിസ് എന്നത് സ്റ്റേറ്റിന് വേണ്ടി നിലകൊള്ളുന്നതാണല്ലോ. സോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി, എ ഗവൺമെൻറ് ഓർ എ കോൺസ്റ്റിറ്റ്യൂഷൻ, ബട്ട് വാസ് ആൾസോ എ സ്കൂൾ, എ ചർച്ച് ലേയിങ് എ ഗൈഡ് ലൈൻ ഫോർ എ വേ ഓഫ് ലൈഫ്. അപ്പോഴെന്താണ്, ജീവിത രീതിയിലേക്ക് എന്താ പറയുന്നത്, ഒരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നതിനാവശ്യമായ രീതിയിൽ സ്കൂൾ ഓഫ് തോട്ട് എന്ന രീതിയിൽ നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ് സ്റ്റേറ്റ് എന്ന് പറയാം. തികച്ചും ഇതൊരു അറേഞ്ച്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയാണ്,
ഒരു ഗവൺമെൻറ് അഥവാ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ നിലകൊള്ളുന്നതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു സ്കൂളായിട്ട് അല്ലെങ്കിൽ ഒരു ചർച്ച് ലേയിങ് ദ ഗൈഡ് ലൈൻ എന്ന രീതിയിൽ ജീവിതത്തിൻ്റെ വിവിധ വഴികളിൽ ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചർച്ച് ലൈൻ എന്ന രീതിയിൽ നമുക്ക് സ്റ്റേറ്റിനെ കാണാം. വിച്ച് ഫോർ ദം വാസ് നത്തിങ് ബട്ട് ആൾസോ ലീഡിങ് എ ഫുൾ ലൈഫ്. തികച്ചും പൂർണ്ണമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള ദിശാബോധം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. ഫോർ പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ ദെയർ വാസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. ഇവർ രണ്ടുപേരെയും കണക്കിലെടുത്താൽ സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ എന്താണെന്നൊന്നും തിരിച്ച് എടുത്ത് പറയുന്നില്ല. സ്റ്റേറ്റ് വാസ് ആൻ ഓർഗൻ ആൻഡ് എ പാർട്ട് ഓഫ് ദ സൊസൈറ്റി. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനാണ്, അത് സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. ഇറ്റ് വാസ് സബ്മെർജ്ഡ് ഇൻ ദ സൊസൈറ്റി ഇറ്റ് സെൽഫ്. അതായത് സൊസൈറ്റി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സൊസൈറ്റിയുടെ എക്സിസ്റ്റൻസിൻ്റെ അതിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിലകൊള്ളുവാനായിട്ട് ഉയർന്നു വന്ന ഒരു സ്ഥാപനമാണ് സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റും സൊസൈറ്റിയും ലിങ്ക് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത്. ഇൻ അഡിഷൻ ദ ഗ്രീക്സ് തോട്ട് ഓഫ് ദ പോളീസ് ആസ് ആൻ എത്തിക്കൽ എൻറ്റിറ്റി. ഗ്രീക്കുകാർ ചിന്തിച്ചു പോകുന്നത് എന്താ, സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു എത്തിക്കൽ എൻറ്റിറ്റിയാണ്. ആൻഡ് ദാറ്റ് വാസ് വൈ ദേ അസൈൻഡ് എത്തിക്കൽ ഫങ്ഷൻസ് ടു ബി പെർഫോംഡ് ബൈ ദ റൂളേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെയാണ് അവർ എടുത്തു പറയുന്നത് എത്തിക്കൽ ഫങ്ഷൻ പെർഫോം ചെയ്യേണ്ട ഉത്തരവാദിത്തം സ്റ്റേറ്റിൻ്റെ റൂളേഴ്സിനുണ്ട്. ദറ്റ് ഈസ് ഗുഡ്, ഹാപ്പി ആൻഡ് കംപ്ലീറ്റ് ലൈഫ്. ഈ എത്തിക്കൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഗുഡ്, ഹാപ്പി ആൻഡ് കംപ്ലീറ്റ് ലൈഫ്. പൂർണ്ണ ജീവിതത്തിന് ആവശ്യം വേണ്ട സന്തോഷം, നന്മ, സ്നേഹം ഇവയെല്ലാം ചേർന്നിട്ട് ചെയ്യേണ്ടത് എന്താണോ അത് സ്റ്റേറ്റിൻ്റെ റൂളേഴ്സ് ചെയ്യണം. ഇതിനെ സംബന്ധിച്ച് ബാർക്കർ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇറ്റ് ഈസ് മോർ ദാൻ, ഇറ്റ് എന്ന് പറയുന്നത് ഇതിനെയാണ്, സ്റ്റേറ്റിനെ. ഇറ്റ് ഈസ് മോർ ദാൻ എ ലീഗൽ സ്ട്രക്ചർ. ഇതൊരു നിയമത്തിനതീതമായിട്ടുള്ള ഒരു ഘടനയാണ്. ഇറ്റ് ഈസ് ആൾസോ എ മോറൽ സ്പിരിറ്റ്. സ്റ്റേറ്റ് ഒരു ലീഗൽ സ്ട്രക്ചറിൽ അധിഷ്ഠിതമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ധാർമ്മികപരമായ ഒരു ആവേശം, ഒരു സ്പിരിറ്റ് കൂടിയാണിത്. ആൻഡ് ഏൻഷ്യൻറ്റ് ഗ്രീക്ക് വുഡ് നെവർ ഇമാജിൻ ഹിംസെൽഫ് വിത്തൗട്ട് ദ പോളീസ്. അതായത് പഴയ ഒരു ഗ്രീക്കുകാരനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഇല്ലാതെ അയാൾക്കൊരു നിലനിൽപ്പുണ്ടെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഹി വാസ് ഓൺലി എ പാർട്ട് ഓഫ് ദി പോളീസ്. ഒരു വ്യക്തി അയാൾ ഒരു സ്റ്റേറ്റിൻ്റെ ഭാഗമായിരിക്കും എന്നുള്ളതാണ്. എ പാർട്ട് ഓഫ് ദി വോൾ. അപ്പോഴോ മൊത്തത്തിൽ അയാൾ ആരെങ്കിലും ആണ് അല്ലെങ്കിൽ ആകണം എന്ന് വിചാരിക്കുന്നത് സ്റ്റേറ്റ് കൂടെ ഉണ്ടാകുമ്പോഴാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തിൽ പലരും പല തരത്തിലുള്ള അഭിപ്രായമാണ് സ്റ്റേറ്റിനെ സംബന്ധിച്ച്. ഒരു പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എത്തിക്കൽ ലൈഫ് ഇൻ ഏൻഷ്യൻ്റ് ഗ്രീസ്. So all these are existing with the support of the state. The society was the state, as the state was with the Plato and Aristotle a government. Society was state, state was with the society. അപ്പോൾ സൊസൈറ്റി ആർക്ക് വേണ്ടിയുള്ളതാ? സ്റ്റേറ്റിന് വേണ്ടി. സ്റ്റേറ്റ് ആർക്ക് വേണ്ടിയുള്ളതാ? സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ദി ഫ്രീ മാൻ, ദ മാസ്റ്റർ വാസ് എ സിറ്റിസൺ, എ ലെജിസ്ലേറ്റർ. സ്വതന്ത്രനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളൊരു പൗരനാകുന്നു. അതിനോടൊപ്പം തന്നെ അയാൾ ഒരു ഭരണകർത്താവാകുന്നുണ്ട്. അയാളൊപ്പം തന്നെ അയാൾ ഒരു സമൂഹത്തിലെ അംഗമാകുന്നുണ്ട്. ഹി ആസ്ക്ഡ് ദ റൂൾഡ് ദ ഇൻഡിവിജ്വൽ ആസ് എ മെമ്പർ ഓഫ് ദി സൊസൈറ്റി, ആൾ ദ ഇൻഡിവിജ്വൽസ് ദ വോൾ സൊസൈറ്റി. The slave-owning society of ancient Greek times could hardly be expected to give a theory of state, may a theory of society more than that of the government, precisely the rulers. To Cicero, അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ, സിസോറസ് റൈറ്റിങ്സിൽ പറയുന്നത് വുഡ് ഗോ ടു ദി ക്രെഡിറ്റ് ഓഫ് ദ ഗിവിങ് ഓഫ് നോഷൻ ഓഫ് ദ സ്റ്റേറ്റ് വിച്ച് ഈസ് നോട്ട് എ പോളിസ് ബട്ട് എ കോമൺവെൽത്ത്. കോമൺവെൽത്ത് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ സമ്പത്ത്, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റേറ്റിനെ അല്ല, സമൂഹത്തിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. സിസോറയുടെ റൈറ്റിങ്സിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദർശത്തിലേക്ക് നാം നോക്കുമ്പോഴേക്കും ഗിവിങ് ദി നോഷൻ ഓഫ് ദ സ്റ്റേറ്റ് വിച്ച് ഈസ് നോട്ട് എ പോളിസ്, അത് സ്റ്റേറ്റ് എന്ന ആശയത്തിന് ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ആ പുരാതന കാലത്തെ ഗ്രീക്കുകാർ ഉപയോഗിച്ചിരുന്ന പദം അതൊരു പോളിസ് എന്നതിനുപരിയായിട്ട് പിന്നെന്താണ്, ബട്ട് എ കോമൺവെൽത്ത്. എന്നാൽ അതൊരു കോമൺവെൽത്ത് എന്ന രീതിയിലാണ് അവർ പ്രയോഗിച്ചു പോന്നിരുന്നത് എന്ന് പറയാം. സോ സൊസൈറ്റി, ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്.
സോ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇത് രണ്ടും ഒഴിച്ചുകൂടാനാവാത്ത. സ്റ്റേറ്റിന് എക്സിസ്റ്റൻസ് ഉണ്ടാവണമെങ്കിൽ ഇവിടെ സൊസൈറ്റി ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ സിസേറോ പറയുന്നത് എന്തെന്നാൽ ഹി സൈസ് ദ കോമൺവെൽത്ത് ദെൻ ഈസ് ദ പീപ്പിൾസ് അഫയേഴ്സ്. കോമൺവെൽത്ത് എന്ന് പറയുന്ന ആരുടെ കാര്യമാണ്? ജനങ്ങളുടെ കാര്യങ്ങൾ. ആൻഡ് ദ പീപ്പിൾ ഈസ് നോട്ട് എവരി ഗ്രൂപ്പ് ഓഫ് മാൻ associated in any manner, but is coming together to considerable number of men who are united by a common agreement about the law and rights and by the desire to participate in mutual advantages. അപ്പോൾ സ്റ്റേറ്റും അതുപോലെ സൊസൈറ്റിയും ഇവിടെ നിൽക്കുന്നു. ഇവിടെയുള്ള നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെ എല്ലാ ജനവിഭാഗങ്ങളും കൂടി ചേരുമ്പോഴേക്കും അവർ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് അവർക്ക് എല്ലാവർക്കും നല്ലത് വരുന്നതിനും നിയമത്തിനധിഷ്ഠിതമായിട്ട് അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കപ്പെടുന്നതിന് അവരുടെ താല്പര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവരെ സഹായിക്കുന്നതിന് അങ്ങനെ മ്യൂച്വൽ അഡ്വാൻറ്റേജസ് എല്ലാവർക്കും കിട്ടുന്നതിന് വേണ്ടി നിലകൊള്ളുന്നതായിരിക്കണം. ഫ്രം ദിസ് Cicero's viewpoint, the theory of the state that can be summed up. സിസേറോയുടെ തിയറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഐഡിയാസ് എന്തിലധിഷ്ഠിതമാണ്? ദാറ്റ് ക്യാൻ ബി സംഡ് അപ്പ് ആസ് ഫസ്റ്റ് വൺ, ദ സ്റ്റേറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം പീപ്പിൾസ് ഗ്യാതറിങ്സ്. ജനങ്ങളുടെ ഒരുമിച്ച് ചേരുന്നതിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് സ്റ്റേറ്റ്. വ്യത്യസ്തമായി നിലകൊള്ളുന്ന ഒന്നാണ് സ്റ്റേറ്റ്. ദാറ്റ് ഈസ് ദ സൊസൈറ്റി, അതായത് സമൂഹം എന്ന ആ ഒരു ആശയത്തിലേക്ക് നാം കടന്നു വരുന്നു. സെക്കൻഡ്ലി, ദ പീപ്പിൾ എൻ്റർ ദ സ്റ്റേറ്റ് ആഫ്റ്റർ ദേ എഗ്രി ഓൺ സർട്ടൺ റൂൾസ്. പിന്നെയോ സ്റ്റേറ്റ് എന്ന രീതിയിൽ ചില എഗ്രിമെൻറ്റിലേക്ക് വരുമ്പോഴേക്കും അവിടെ അവർ ചില നിയമങ്ങൾ അനുസരിക്കേണ്ടി വരുന്നു. ഗിവിങ് പീപ്പിൾ എ ലീഗൽ സ്റ്റാറ്റസ് വിച്ച് ലീഡ് ദം ടു ഫ്രം ലീഗൽ കമ്മ്യൂണിറ്റി. അപ്പോഴൊരു ലീഗൽ സ്റ്റാറ്റസ് സർട്ടൺ റൂൾസ് ജനങ്ങൾ അതിന് എഗ്രിമെൻറ്റിൽ ഇടപെട്ടുകൊണ്ട് ആ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അവരൊരു ലീഗൽ കമ്മ്യൂണിറ്റിയെ രൂപപ്പെടുത്തുകയാണ്. ദെൻ എഗെയിൻ ദ സ്റ്റേറ്റ് എക്സിസ്റ്റ് വെൻ പീപ്പിൾ എഗ്രി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ്സ് അഫയേഴ്സ്. ജനങ്ങൾ സമൂഹത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാം എന്നുള്ള ഒരു നിയമപരമായ ഒരു എഗ്രിമെൻറ്റ് അവർ മുന്നോട്ട് വയ്ക്കുന്നു. സോ ഇൻ സിസേറോസ് തിയറി there is a theory of state different from the theory of the society. അപ്പോൾ തിയറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് തിയറി ഓഫ് സൊസൈറ്റിയിൽ നിന്ന് ഡിഫറൻ്റ് ആണ് എന്നതാണ് സിസേറോയുടെ കാഴ്ചപ്പാട്. ഹി മേക്സ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ സൊസൈറ്റി. അദ്ദേഹം വ്യക്തമായിട്ട് സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് എടുത്തു പറയുന്നു. സോ ഹിസ് തിയറി ഓഫ് സ്റ്റേറ്റ് ഈസ് ദ തിയറി ഓഫ് ഗവൺമെൻറ്. സ്റ്റേറ്റിൻ്റെ തിയറി എന്ന് പറയുന്നത് ഗവൺമെൻറ് തിയറിയാണ്. ആസ് വെൽ ആസ് ദ തിയറി ഓഫ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി. പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയുടെ കൂടി തിയറിയാണ് എന്ന് നമുക്ക് പറയാം. ദെൻ ദ മിഡീവിയൽ പൊളിറ്റിക്കൽ തിയറി ഇൻ ദ വെസ്റ്റ് വാസ് മെയിൻലി കൺസേൺഡ് വിത്ത് ക്രിസ്ത്യാനിറ്റി. മിഡീവിയൽ പൊളിറ്റിക്കൽ തിയറി പ്രധാനമായിട്ടും പരിഗണിച്ചു പോകുന്നത് ക്രിസ്ത്യാനിറ്റി എന്നുള്ള ഐഡിയയിലായിരുന്നു. വെയർ സോഷ്യൽ ലൈഫ് വാസ് മോർ എ റിലീജിയസ് ലൈഫ് റെഗുലേറ്റഡ് ബൈ ദി ഡിക്റ്റേറ്റ്സ് ഓഫ് ദ റോമൻ കാത്തലിക് ചർച്ച് ഹെഡഡ് ബൈ ദ പോപ്പ്. പോപ്പിനാൽ നയിച്ചു പോകുന്ന റോമൻ കാത്തലിക് ചർച്ച് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റി. അപ്പോൾ റിലീജിയസ് ലൈഫിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതെല്ലാം അവിടെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ദെൻ ക്രിസ്ത്യൻഡം റൂൾഡ് ദ യൂണിവേഴ്സ് ആൻഡ് പൊളിറ്റിക്സ് വാസ് കൺട്രോൾഡ് ബൈ ദ ചർച്ച്. ചർച്ചാണ് പൊളിറ്റിക്സിനെ കൺട്രോൾ ചെയ്തിരുന്നത്. പൊളിറ്റിക്സിൻ്റെ ഈ യൂണിവേഴ്സിനെ തന്നെ ഭരിച്ചു പോന്നിരുന്നത് ക്രിസ്ത്യൻഡം എന്നുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ചർച്ചിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരാളും. സോ ടെമ്പോറൽ പവർ വാസ് റിഗാർഡഡ് ഇൻഫീരിയർ ടു ദാറ്റ് ഓഫ് ദി എക്ലീസിയേറ്റഡ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചർച്ചിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു സ്പെല്ലിങ് എന്ന് പറയുന്നത് എക്ലസിയസ്റ്റിക്കൽ എന്ന് പറയും. അത് പറയാനായിട്ട് തന്നെ പ്രൊനൗൺസ് ചെയ്യാൻ തന്നെ വലിയ പാട്. ECCLESIASTICAL എക്ലിയസിയാസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആക്ടിങ് ആസ് എ ഫുഡ് നോട്ട് ടു ദ വൈഡർ വേൾഡ്. സ്റ്റേറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ജനസമൂഹത്തിനും വേണ്ടിയിട്ട് സ്റ്റേറ്റിൻ്റെ ഒരു ഇടപെടൽ. സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴേക്കും ആ ഒരു രാഷ്ട്രീയമായിട്ട് ഉള്ള ഇടപെടൽ എന്ന് പറയുമ്പോഴേക്കും അവിടുത്തെ തന്നെ പൊളിറ്റിക്സിലെ
അത് കൺട്രോൾ ചെയ്യുന്നത് ആരായിരുന്നു? ചർച്ചായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നയിച്ചു പോന്നിരുന്നുള്ളതാണ്. അപ്പോൾ ആ മിഡീവിയൽ യൂറോപ്യൻ വേൾഡിൽ ചർച്ചിൻ്റെ ഇമ്പോർട്ടൻസ്, ചർച്ചാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു പോന്നിരുന്നത്. ആൻഡ് ദ വേൾഡ് വാസ് തോട്ട് ആസ് ഓഫ് ദ മീൻസ് ഫോർ റീച്ചിങ് ദ സിറ്റി ഓഫ് ദ ഗോഡ്. ദൈവത്തിൻ്റെ സ്വന്തം സിറ്റിയിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ചർച്ചിനെ വിശ്വസിക്കുക, ചർച്ച് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഹ്യൂമൻ ലോ എന്ന് പറയുന്ന ചർച്ച് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന നിയമങ്ങളാണ്, അത് ഡിവൈനാണ്, അത് നാച്ചുറൽ ലോ എന്ന രീതിയിൽ ഇവിടെ ഉപയോഗിക്കണം. അങ്ങനെ ആത്യന്തികമായി പിന്നീട് എറ്റേണൽ ലോ എന്ന രീതിയിൽ സെൻറ്റ് തോമസ് ഇവിടെ നിലവിൽ കൊണ്ടുവരുന്നു. ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഇറ്റ് വാസ് നോട്ട് ദ സൊസൈറ്റി ദാറ്റ് കൺട്രോൾ ദ സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് സൊസൈറ്റി അല്ല, മറിച്ച് സ്റ്റേറ്റാണ് സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്. ബട്ട് ദോസ് ഹൂ കൺട്രോൾ ദ സൊസൈറ്റി, ആരാണ് സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദ പോപ്പ്. പോപ്പ് ആരുടെ പ്രതിനിധിയാണ്? ചർച്ച് പ്രീസ്റ്റായിട്ട് വരുന്നവരാണ്, അല്ലേ? ചർച്ച് പ്രീസ്റ്റായിട്ട് വരുന്നവരായിരിക്കും മൊണാർക്ക് ആൻഡ് ദ ഫ്യൂഡൽ ലോഡ്. ഇവർ ചേരുമ്പോഴാണ് സ്റ്റേറ്റിൻ്റെ ഭരണാധിപത്യം വരുന്നത്. ആ ഭരണാധിപത്യം പോപ്പ്, അത് ചർച്ച് പ്രീസ്റ്റ് എന്ന രീതിയിൽ, അതേപോലെ മൊണാർക്ക് ആൻഡ് ഫ്യൂഡൽ ലോഡ്സ്, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടായിരുന്നു സ്റ്റേറ്റിനെ നിയന്ത്രിച്ചു പോന്നിരുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ് മെഷീനറി എന്ന് പറയുമ്പോൾ ഇവരെല്ലാമായിരുന്നു ആ ഒരു പീരീഡിൽ നിലവിൽ ഉണ്ടായിരുന്നത് എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കുമ്പോഴേക്കും ആ ഒരു ഏതാണ് പ്രീ മോഡേൺ ട്രഡീഷൻ എന്ന രീതിയിൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട്. ഇനി ഇതിൻ്റെ അടുത്ത ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ലിബറൽ ഇൻഡിവിജ്വാലിസ്റ്റ് ട്രഡീഷനാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ഒരു വീഡിയോ സെഷനിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. നമ്മളുടെ ഈ ബാക്ക്ഗ്രൗണ്ട് പിക്കിൽ കാണുന്നത് ശ്രീ എൽദോസ് പോൾ കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ മലയാളിയാണ്. അതേപോലെ തന്നെ വെള്ളി നേടിയ അബ്ദുള്ള അബൂബക്കറും. അപ്പോൾ അവരെ ഒരു പിക്കായിട്ട് ബാക്കിലിട്ട് അവരുടെ ആ ഒരു ക്രെഡിറ്റിന് അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ നമ്മുടെ പ്രിയ വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം, ആദ്യമായിട്ടാണ് ക്ലാസ് കേൾക്കുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായും വാച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇഗ്നോയുടെ കോഴ്സുമായിട്ട് നിങ്ങൾക്ക് പുറകെ എത്തുന്നവർക്കും അത് ഗുണകരമായിരിക്കും. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യണമെന്ന് എടുത്തു പറയുന്നത്. ഓക്കെ, താങ്ക് യു അഗെയിൻ.